ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ചുരിദാറിൻ്റെ കട്ടിങ് മാത്രമേ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പം എല്ലാവരുടെയും ആവശ്യപ്രകാരം കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഇടണമെന്ന് പറയുന്നു. ഇതിപ്പം ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ ഒരുമാതിരി നല്ലതായിട്ട് തയ്ക്കാൻ അറിയാവുന്നവരാണ് എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാതിരുന്നത്. ഒട്ടും അറിയാൻ മേലാത്തവർക്ക് നമുക്ക് ഇത് ഇച്ചിരി പാടാണ് പഠിച്ചെടുക്കാൻ. അതുകൊണ്ട് ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് നമുക്ക് ഒരു ക്ലാസ് പോലെ നമുക്ക് ആരംഭിക്കാം. ഇതിപ്പോൾ നമുക്ക് കുറച്ച് അറിയാവുന്നവർക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ ചുരിദാർ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കട്ടിംഗ് ഒക്കെ ഇടുന്നത്. ഒട്ടും അറിയാൻ വരാത്തവർക്ക് നമുക്ക് വേറൊരു രീതിയിൽ വേണം ക്ലാസ് തുടങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തയ്യലിൻ്റെ വീഡിയോ നമ്മൾ ഇടാനിത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും കൂടെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് തയ്ക്കാനുള്ള കിട്ടിയിരിക്കുന്ന ചുരിദാറിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 38, ഇടവണ്ണം 32. അപ്പം കഴിഞ്ഞ ദിവസം കമൻറ്റിനകത്ത് പറഞ്ഞായിരുന്നു ഞാൻ അളവ് പറയുന്നില്ല, അളവ് കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും കൂടെ ചെയ്താലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പം 38 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് 4 ഇഞ്ച് ലൂസ് കൂട്ടണം. 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിന് 4 കണ്ട് വേണം നമ്മൾ വണ്ണം അടയാളപ്പെടുത്താൻ. അതേപോലെ തന്നെ ഇടവണ്ണം അടയാളപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. ഇടവണ്ണത്തിൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് അതിന് 4 കണ്ട് വേണം നമ്മൾ വണ്ണം അടയാളപ്പെടുത്താൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ആൾക്ക് നല്ല പൊക്കമുണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ ഒരു 15 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇടവണ്ണം 32ആണ്. 32ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 36. 36ൻ്റെ 4 എന്ന് പറയുന്നത് 9 ഇഞ്ച്. ഇവിടെ 9 ഇഞ്ച്. ഇവിടെ നിന്നുള്ള താഴ്ച 15. ഇവിടോട്ടുള്ള വണ്ണം 10. പിന്നെ ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഷോൾഡർ 13.5ആണ്. അപ്പം അതിൻ്റെ നേരെ പകുതി 6.5. കൈക്കുഴി നമുക്ക് അവർ തന്നിട്ടില്ല. നമ്മളൊരു 17 ഇഞ്ച് കൈക്കുഴി എടുക്കാം. നമ്മൾ 7.5 നമുക്കിവിടെ അടയാളപ്പെടുത്താം. നമുക്കൊരു 17 ഇഞ്ച് കൈക്കുഴി കിട്ടുമോ നമുക്ക് നോക്കാം. 17 ഇഞ്ച് കൈക്കുഴി കിട്ടിയാൽ ഇവിടെ 4 ഇഞ്ച് വിട്ടിട്ട് 17 ഇഞ്ച് കൈക്കുഴി കിട്ടുന്നുണ്ട്. ശകലം കൂടുതലുണ്ട്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് തയ്ച്ചാൽ മതി. പിന്നെ സ്ലിറ്റിൻ്റെ ഇറക്കം 21. സ്ലിറ്റ് വണ്ണം 38ആണ്. 38ൻ്റെ കൂടെ 2 കൂടെ കൂട്ടി 40. ഈ സ്കെയിലിൻ്റെ അതേ രീതിയിൽ നമ്മൾ തയ്യൽത്തുമ്പ് വരയ്ക്കണം. ഇവിടെ നമുക്ക് ഇരിക്കുന്നത് 10 ഇഞ്ചല്ലേ, അതേ 10 ഇഞ്ച് തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പം ഇറക്കം 45. 45ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടി എക്സ്ട്രാ അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഷോൾഡർ 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 6.5 13 ഇഞ്ചാണ്. 13 ഇഞ്ചാണ്. അപ്പോൾ 6.75 6.75. കട്ട് ചെയ്യാതെ ഫുഡും കൂടെ വെള്ളം ചാടുവാണ്. എത്തട്ടെ. ഇത് ഒറിജിനൽ പീസാണ് വെട്ടുന്നത്. ഇനി ലൈനിങ് പീസ് വെട്ടിയാൽ മതി.
ഒരു പുതിയ കത്രിക വാങ്ങിച്ച് അത്ര ഇങ്ങോട്ടും ഇതായിട്ടില്ല, പ്രാക്ടീസായി ഇരുന്നിട്ട്. എൻ്റെ കത്രിക താഴെ പോയി, എൻ്റെ മൂർച്ച പോയി. പുതിയൊരു കത്രിക മേടിച്ചു, അതിൻ്റെ അങ്ങോട്ട് ഇത്ര മറ്റതുപോലെ അങ്ങോട്ട് ക്ലിയറായി വരുന്നില്ല. ഇതിൻ്റെ കൈ കൂടെ വെട്ടുന്നത് കാണിക്കാമേ. കൈ ഇങ്ങനെ വെട്ടി നേരെ നടുവ് ഇങ്ങനെ മടക്കുക. 4 മടക്കിയിട്ടു സ്ക്രീനിൻ്റെ അതേ രീതിയിൽ ഇറക്കം അടയാളപ്പെടുത്തി, കൈയിട്ടും അടയാളപ്പെടുത്തി. അത് നമ്മൾ 1.5 ഇഞ്ചാണ് മേലത്തെ താഴത്തെ കൂടെ കൂട്ടിയുള്ള 1.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കൈയുടെ ഇറക്കം 12 ഇഞ്ചാണ്. 12 ഇഞ്ച് കറക്റ്റ് ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ 1/2 ഇഞ്ച് പോയിട്ട് 1 ഇഞ്ച് മടക്കി തയ്ച്ചാൽ മതിയില്ല. അങ്ങനെയാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇവിടെ ഒരു 4 ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത്. എന്നാൽ അങ്ങനെ തന്നെ വരയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ സംശയമായി പോകും. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാമേ. ഇതിൻ്റെ വശം ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടി നമുക്ക് ഇതിൻ്റെ ഇവിടെ വിട്ടിട്ട് നമുക്കിവിടെ 3 ഇഞ്ച് എടുക്കാം. പിന്നെ കൈക്കുഴി 17.5 ഇഞ്ചാണ്. കൈയുടെ വണ്ണം 10 ഇഞ്ച്, ഇവിടെ 5 ഇഞ്ച്, ഇവിടെ 8 ഇഞ്ചാണ്. ഇങ്ങനെ 9 ഇഞ്ച്